അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർപ്പിക്കുകയാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദുറൂസുൽ മുഹിമ്മ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മയ്യത്ത് സംസ്കാരത്തിലെ പ്രാർത്ഥനകൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥനകളുടെ അർത്ഥം വിശദീകരിച്ചു. ഇനി അതിൻ്റെ ബാക്കിയാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് നാലാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടണം. അതേപോലെ തന്നെ ഓരോ തക്ബീറുകൾ ചൊല്ലുന്ന സന്ദർഭത്തിലും കൈകൾ ഉയർത്തൽ മുസ്തഹബാണ്. ഇതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ചില ആളുകൾ ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നത്, നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ആ മയ്യത്ത് നമസ്കാരത്തിൽ നാലാമത്തെ തക്ബീറിന് ശേഷം നമുക്ക് പരിചയം ഉണ്ടാകുന്നത് നാലാമത്തെ തക്ബീർ, അതിനുശേഷം വേഗം സലാം വീട്ടും. ഇവിടെ യഥാർത്ഥത്തിൽ നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണ്ടേ എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ഖിലാഫുണ്ട്. എന്നാൽ അതിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം പ്രാർത്ഥിക്കണമെന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നുള്ളതാണ് അതിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഹംബലി മദ്ഹബിൽ പ്രധാനപ്പെട്ട അഭിപ്രായം അതാണ്, നാലാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടുക. എന്നാൽ ഷാഫിഈ മദ്ഹബിലൊക്കെ പ്രബലമായിട്ടുള്ള അഭിപ്രായം നാലാമത്തെ തക്ബീറിന് ശേഷവും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അതിന്റെ വിശദമായിട്ടുള്ള ഒരു ചർച്ച ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രായോഗികമല്ല. ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇബ്നുൽ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ നാലാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതിന് ചില ഹദീസുകളും അവർ തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്നു ഉസൈമീനൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, അവിടെ മൗനം പാലിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? അവിടെ പ്രാർത്ഥിക്കൽ തന്നെയാണ്. കാരണം നിസ്കാരം എന്നുള്ളത് ഇബാദത്താണ്. അതിലൊരിക്കലും സുക്കൂത്തില്ല. ഏത് സന്ദർഭത്തിലല്ലാതെ, ഇമാമിന്റെ ഖിറാഅത്ത് കേൾക്കുന്ന സന്ദർഭത്തിലല്ലാതെ മൗനം പാലിക്കുന്ന ഒരു ഘട്ടം അതിലില്ല. അതുകൊണ്ട് നാലാമത്തെ തക്ബീറിന് ശേഷവും പ്രാർത്ഥിക്കണം, പ്രാർത്ഥന ഉണ്ട് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള ആളുകളൊക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് മറ്റൊരു സന്ദർഭത്തിലാക്കാവുന്നതാണ്. അപ്പൊ ഈ രണ്ട് അഭിപ്രായങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് തെളിവിനോടടുത്തത്. ആ വിഷയത്തിൽ ചില ഹദീസുകളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്വഹാബികൾ അത് ചെയ്തു. അതിനെ സംബന്ധിച്ച് അവരോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഹദീസുകൾ സ്വഹീഹായിട്ട് വന്നിട്ടുണ്ട്. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വരൊക്കെ എന്ത് പറഞ്ഞത്, മയ്യിത്ത് നിസ്കാരത്തിൽ നാലാമത്തെ തക്ബീറിന് ശേഷവും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, മുസ്തഹബാണ് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൂടെ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം. ആളുകൾ നേരെ തിരിച്ചാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രാർത്ഥിക്കേണ്ടതില്ല, പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് പോലും വിചാരിക്കുന്ന ആളുകളുണ്ട്. നാലാമത്തെ തക്ബീർ, അതിനുശേഷം വേഗം സലാം വീട്ടുക. അപ്പൊ അതാണ് നമുക്കതിൽ മനസ്സിലാകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ മറ്റു സന്ദർഭത്തിലാക്കാം. ബാക്കി നോക്കാം. ഖാല റഹ്മഹുല്ലാ, ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വൈദാക്കാൽ മയ്യിത്തും പ്രാർത്ഥന യുഖാലു. ഇനി മയ്യത്ത് സ്ത്രീയാണെങ്കിൽ പറയേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ എന്ന് പറയണം. വൈദാക്കാനത്തിൽ ജനായിദു സ്നതൈനി യുഖാലു. രണ്ടു പേർക്കാണ് മയ്യിത്ത് നിസ്കരിക്കുന്നതെങ്കിൽ പറയേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമാ എന്നുള്ളതാണ്. വബിൽ ജംഇ ഇൻ കാനത്ത് അക്സറ മിൻ ദാലിക. രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും എന്നാണ് പറയുന്നത്. അമ്മ ഇദാ കാന ഫറത്തൻ, ഫറത്തായിരുന്നാൽ, ഫറത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സഗീർ, സഗീറാണ്, ചെറിയ കുട്ടി. ഫയുഖാലു ബദല ദുആഇ ലഹു ബിൽ മഗ്ഫിറ. അവന് മഗ്ഫിറത്തിന് പകരമായിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ ജഅലഹു ഫറതൻ വദുഖറൻ ലിവാലിദൈഹി വശഫീഅൻ മുജാബൻ അല്ലാഹുമ്മ സഖ്ഖിൽ ബിഹി മവാസീനഹുമാ വഅളിം ബിഹി ഉജൂറഹുമാ വഅൽഹിഖ്ഹു ബിസ്വാലിഹി സലഫിൽ മുഅ്മിനീൻ വജഅലഹു ഫീ കഫാലത്തി ഇബ്രാഹിം അലൈഹിസ്സലാം വഖഹി ബിറഹ്മതിക അദാബൽ ജഹീം എന്നുള്ളതാണ് ഫറത്താണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്. അതിന്റെ ശറഹ് നോക്കാം. അപ്പൊ ഇനി ഇതാണ് അടുത്ത വിഷയം. നേരത്തെ നമ്മൾ മയ്യിത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് പറഞ്ഞു.
ഇനി അതിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം, അവിടെ സ്ത്രീയാണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, 2 പേരിൽ കൂടുതലുണ്ടെങ്കിൽ, ഇനി കുട്ടിയാണെങ്കിൽ അവിടെ വരുന്ന ചില മാറ്റങ്ങളെ സംബന്ധിച്ചാണ് ഇനിയുള്ള ചർച്ച. അതിന്റെ വിശദീകരണം നോക്കുക. ഖാല റഹ്മഹുല്ലാഹ് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗല് വൈദാ കാനൽ മയ്യിത്തു ഇംറഅതൻ യുഖാലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ, അതായത് തുഅദ്ദലു ളമാഇർ ബിമാ യുനാസിബുൽ മയ്യിത ഫീ കുല്ലി ദുആഇ മിൻ അവ്വലിഹി ഇലാ ആഖിറിഹി. നേരത്തെ പറഞ്ഞ ദുആ ഉണ്ടല്ലോ, ആ ദുആ എന്ത് ചെയ്യണം? അതിന്റെ ലമീറുകൾ മാറ്റണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നുള്ളിടത്ത് എന്താക്കണം? അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ. അങ്ങനെ ഓരോന്നും. സ്ത്രീയാണെങ്കിൽ അവിടെ ആ ലമീറുകൾക്ക് മാറ്റം വരുത്തണം, ആദ്യം മുതൽ അവസാനം വരെ. അതാണ് അതിന്റെ ശരിയായിട്ടുള്ള രീതി. അതുകൊണ്ട് ഫൈദാ കാനത്ത് ഇംറഅത്തുൻ, സ്ത്രീയാണെങ്കിൽ യുഖാലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹാ വർഹംഹാ വആഫിഹാ വഅഫു അൻഹാ വഅക്രിം നുസുലഹാ വവസ്സി മദ്ഖലഹാ. അവിടെ ഹു എന്നുള്ളിടത്ത് പെണ്ണാകുമ്പോൾ എന്തായി? ഹ എന്നുള്ളതായി. ആ രൂപത്തിൽ അവിടെ മാറ്റം വരുത്തണം, അതിന്റെ ലമീറുകൾക്ക് മാറ്റം വരുത്തണം. വൈദാ കാനത്തിൽ ജനായിദ് സിനത്തൈൻ യുഖാലു, ഇനി 2 ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ മയ്യിത്ത് നിസ്കരിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമ, കാരണം 2 ആൾക്കാരാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമ, അല്ലാഹുവേ ഇവർക്ക് 2 പേർക്കും നീ പുറത്തു കൊടുക്കണം. അതേ പ്രകാരമാണ് ചെയ്യേണ്ടത്. വൈദാ കാനൽ മയ്യിത്തു ഇസ്നത്തൈനി യുസന്ന അല്ലമീർ ഫയുഖാലു, 2 ആളാണെങ്കിൽ അവിടെ എന്താക്കണം? 2 ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന രൂപത്തിലാക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലഹുമ വർഹംഹുമ വആഫിഹിമ വഅഫു അൻഹുമ വഅക്രിം നുസുലഹുമ, ഈ രൂപത്തിൽ. അപ്പൊ ഈ രൂപത്തിൽ എന്ത് ചെയ്യണം? അത് ഓരോ പ്രാർത്ഥനയുടെ ഓരോ പദങ്ങളിൽ ആ ലമീറുകൾ മാറ്റി കൊടുക്കണം. വബിൽ ജംഇൻ കാനത്ത് അക്സറ മിൻ ദാലിക യുഖാൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ജം ആണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, അവിടെ ലഹു, ലഹ, ലഹുമ, ലഹും. ആണാകുമ്പോൾ ഒരാളാണെങ്കിൽ ലഹു, പെണ്ണാകുമ്പോൾ ഒരാളാണെങ്കിൽ ലഹ, 2 ആളുകളാണെങ്കിൽ ലഹുമ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. സ്ത്രീകൾ അല്ല, 2ൽ കൂടുതൽ ജം ആണെങ്കിൽ, 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ലഹും, കുറേ മയ്യത്തുകൾ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹും. വൈദാ കാനു ജംഅൻ ഫയകൂനു ലമീർ ബിമാ യുനാസിബു ദാലിക, അപ്പൊ അതിനനുസരിച്ചിട്ട് അതിന്റെ ലമീർ പറയണം. ഫയഖാലു, അപ്പൊ പറയേണ്ടത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വർഹംഹും വആഫിഹിം വഅഫു അൻഹും ഇലാ ആഖിരി ദുആ. ഇതാണ് അതിൽ ചെയ്യേണ്ടത്. വൈൻ കാനൽ മഅ്മൂമു യജ്ഹലു, ഇനി മഅ്മൂമിന് അറിയില്ലെങ്കിൽ ഹലിൽ മയ്യിത്ത് റജുലുൻ അം ഇംറഅത്തുൻ, മുന്നിൽ കിടക്കുന്ന മയ്യത്ത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് അറിയില്ലെങ്കിൽ ഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ഇലാ ആഖിരിഹി യഅനി അൽ മയ്യിത്ത, അവിടെ അയാൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയാം. വൈൻ ഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലഹ എന്ന് പറഞ്ഞാലോ യഅനി അൽ ജനാസ ഫലാ ബഅസ, അതിന് വിരോധമല്ല. അയാൾക്ക് ഏതാണോ അവിടെ കൂടുതൽ ആണാണെങ്കിൽ ആണിന്റെ രീതിയിൽ ചെല്ലുക, പെണ്ണാണെങ്കിൽ പെണ്ണിന്റെ രീതിയിൽ ചെല്ലുക, അറിയില്ലെങ്കിൽ അതിന് വിരോധമല്ല. അപ്പൊ ഇതിലും എന്തുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസമുണ്ട്. 4ാമത്തെ തക്ബീറിന് ശേഷം പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കണ്ടേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഖിലാഫ് ഈ വിഷയത്തിലുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതിന്റെ ലമീർ മാറ്റേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം മയ്യത്ത് എന്നുള്ളത് ആണിനും പെണ്ണിനും പ്രയോഗിക്കും, റജുലിനും, അത് മർഅത്താണെങ്കിലും മയ്യത്ത് ഉണ്ട് എന്നുള്ളത് പ്രയോഗിക്കും. അപ്പൊ പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? ആണിന്റെയും പെണ്ണിന്റെയും ഇതിന് മയ്യത്ത് എന്ന് പറയുമെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടതില്ല? ലമീർ മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ആർക്കുള്ളത്? ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി. നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ആ ഒരൊറ്റ ദുആ ചൊല്ലിയാണ്. അതേപോലെ തന്നെ ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹിം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവിടെ മയ്യത്ത് എന്നുള്ളതാണ് പ്രയോഗിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇപ്പൊ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ കിതാബാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹത്തെ പോലുള്ളവരുടെ അഭിപ്രായം എന്താണ്? അവിടെ ലമീർ മാറ്റാം. അതിന് വേറെ ചില തെളിവുകൾ അവർ കൊണ്ടുവരുന്നുണ്ട്, വേറെ ചില ഹദീസുകൾ. ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ അതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിന്റെ വിശദമായിട്ടുള്ള ചർച്ചകൾ നമുക്ക് പിന്നീട് ഒരിക്കലാണ്. അപ്പൊ അങ്ങനെ പറയാവുന്നതാണ്. അമ്മ ഇതാക്കാന ഫറത്തൻ ഫയുഖാലു ബദല ദുആഇ ലഹു ബിൽ മഗ്ഫിറ. ഇനി ഫറത്താണെങ്കിൽ അവിടെ വരുന്ന മാറ്റം എന്താ അറിയോ? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഫയുഖാലു പറയണം ബദല ദുആഇ, ദുആഇന് പകരം എന്നാണ്. ലഹു ബിൽ മഗ്ഫിറ, മഗ്ഫിറത്തിന് വേണ്ടിയിട്ടുള്ള ദുആക്ക് പകരം എന്നാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞിരുന്നത് മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്, ആ മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞിരുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു, ഇതാ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ഫറത്താണെങ്കിൽ അപ്പോൾ അവിടെ വ്യത്യാസം വന്നു. അവിടെ മഗ്ഫിറത്തിന് പകരം, അപ്പോൾ അവിടെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണ്ട. കാരണം ഫറത്താണ്, അവന്റെ പേരിൽ കലമ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല, തെറ്റുകളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ അവിടെ എന്താ മഗ്ഫിറത്ത്? ചെറിയ കുട്ടിയല്ലേ. അവിടെ ദമ്പുകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. പിന്നെ അവിടെ എന്താ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്? ആ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പൊ അതാണ് എന്താ അവിടെ ബദല ദുആഇ ലഹു ബിൽ മഗ്ഫിറത്തി എന്നുള്ളതാണ്. ആ പ്രയോഗം ശ്രദ്ധിച്ചെങ്കിലേ അത് മനസ്സിലാകുള്ളൂ. മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം എന്നാണ്.
പിന്നെന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ വദുഖറൻ ലിവാലിദൈഹി വശഫീഅൻ മുജാബൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് അല്ലാഹുമ്മ തഖബ്ബൽ, അല്ലാഹുമ്മ സഖിൽ ബിഹി മവാസീനഹുമ വഅലിം ബിഹി ഉജറഹുമ, നേരത്തെ പറഞ്ഞ ഷെയ്ഖ് ബിൻ ബാസിന്റെ അവതരിച്ചിട്ടുള്ള ആ പ്രാർത്ഥന അങ്ങനെ എടുത്തു കൊടുത്ത് അതിന്റെ ഷർഹ് അൽ ഫറതു. ഇവിടെ ഫറത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അസ്സഗീർ, ചെറിയ കുട്ടിയാണ്. അപ്പൊ അവിടെ ഫറത്താണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും വ്യത്യാസം വന്നു. ഫറത്തു യതഖദ്ദമു വാലിദൈഹി ഇലൽ ആഖിറ ലിയകൂന ലഹുമ അജ്റഹു. അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു മുൻകൂട്ടി ചെയ്തു വെച്ച പ്രതിഫലമാകണം ആര്? ഈ കുട്ടി. കാരണം ഈ കുട്ടി നേരത്തെ മരിച്ചതാണ്. അപ്പൊ അവന്റെ മാതാപിതാക്കൾക്കുള്ള പ്രതിഫലമായി തീരണമാര്? ഈ കുട്ടി പരലോകത്ത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഹദീസിൽ മുഗീറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. മർഫൂഅൻ വഫീഹി, അത് മർഫൂ ആയിട്ട് ഉദ്ധരിക്കപ്പെട്ടുള്ള ഹദീസാണ്. അതിൽ കാണാം വസ്സിഖ്ത, ഹദീസിന്റെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. വസ്സിഖ്തു യുസല്ല അലൈഹി, സിഖത്തിന് വേണ്ടി നിസ്കരിക്കണം. വയുദ്ആ ലിവാലിദൈഹി, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ബിൽ മഗ്ഫിറതി വറഹ്മതി, മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പൊ സിഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അവന് വേണ്ടി നിസ്കരിക്കണം എന്നുള്ളതാ പറഞ്ഞത്. പിന്നെ മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആർക്കാ പറഞ്ഞത്? മാതാപിതാക്കൾക്കാ പറഞ്ഞത്. വസ്സിഖ്തു ഹുവല്ലദി യസ്ഖുതു മിൻ ബത്നി ഉമ്മിഹി മയ്യിതൻ ഖബ്ല അൻ യുതിമ്മ, മാസം തികയുന്നതിന്റെ മുമ്പേ മരിച്ചുകൊണ്ട് പ്രസവിക്കപ്പെട്ട കുട്ടിക്കാണ് സിഖത്ത് എന്ന് പറയുന്നത്. ആ ഹദീസിൽ സിഖത്ത് എന്നുള്ളത് പ്രയോഗിച്ചിട്ടുള്ളത് ആർക്കാണ്? പ്രസവത്തോടു കൂടി മരണപ്പെട്ടിട്ടുള്ള ആ കുട്ടിക്കാണ് അവിടെ സിഖത്തി എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ വത്തിഫുലു യഖുദു ഹുക്മഹു ഫി ദുആഇ ലിവാലിദൈഹി ബിൽ മഗ്ഫിറതി വറഹ്മതി, അതേ ഹുക്മ തന്നെയാണ് ആർക്കുള്ളത്? ഫറത്തിനുള്ളത്, ചെറിയ കുട്ടിക്കുള്ളത്. മനസ്സിലാണ്ടല്ലോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. അപ്പൊ അതാണ് അതിൽ മാറ്റം വരുന്നത്. അപ്പോ തിഫിലിനും കുട്ടിക്കും ഇതേ വിധി തന്നെയാണ്. ഏത്? സിഖത്തിന്റെ ഇതേ വിധി തന്നെയാണ് തിഫിലിനും വരുന്നത്. അപ്പോ കുട്ടിക്ക് വേണ്ടിയിട്ട് നിസ്കരിക്കണം, അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ലിഅന്നഹുമാ ബിമഅനൻ വാഹിദിൻ, കാരണം അവർ രണ്ടുപേരും ഒരേ മഅനയിലാണ് വരുന്നത്, ഒരേ വിധിയിലാണ് വരുന്നത്. വൽ ഹിക്മത്തു മിന ദുആഇ ലിവാലിദൈഹി, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ദുആ ചെയ്യണം എന്ന് പറയുന്നതല്ല. ഹിക്മത്ത് എന്താണ്? അന്നഹുമാ സബബുൻ ലിവുജൂദി, ആ കുട്ടി ഉണ്ടാകാനുള്ള കാരണം ഈ മാതാപിതാക്കളാണ്. വഖദ് ഫഖദാഹു വഹുമാ യതതല്ലആനി ഇലൈഹി, എന്നാൽ ആ മാതാപിതാക്കൾക്ക് ആ കുട്ടിയെ നഷ്ടപ്പെട്ടു. അവരാകട്ടെ അവൻ ആഗ്രഹിക്കുന്നവരായിരുന്നു, ആ കുട്ടിയെ കാത്തിരിക്കുന്നവരായിരുന്നു. വകാന ഹരീസൈനി അലാ ബഖായിഹി, ആ കുട്ടിയെ അവർക്ക് കിട്ടണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന രണ്ടാളുകളാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ. അപ്പോ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ നിസ്കരിക്കണം. മഗ്ഫിറത്തും റഹ്മത്തും അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ ഇതാണ് അപ്പൊ അതിൽ വരുന്ന വ്യത്യാസം. അപ്പൊ ചെറിയ കുട്ടിയും മുതിർന്നവരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. ആ ചെറിയ കുട്ടിക്ക് ഏതിന്റെ വിധി തന്നെയാണ്? സിഖത്തിന്റെ വിധി തന്നെയാണെന്നുള്ളതും പറഞ്ഞു. അതിന്റെ തെളിവും അവിടെ പറഞ്ഞു. അപ്പൊ അതാണ് അതിൽ മാറ്റം വരുന്നത്. പിന്നെ അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? അത് തെറ്റല്ല. അത് പറയാനുള്ള കാരണം എന്താണ്? കാരണം ആ കുട്ടിക്ക് ദൻബ് എഴുതപ്പെട്ടിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ ചെറിയൊരു വ്യത്യാസം വന്നു എന്നർത്ഥം. ഇനി അടുത്തത് ഖാല റഹിമഹുല്ലാ, ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇനി അടുത്ത ഇതിലേക്ക് പോവാണ്. വസ്സുന്നത്തു, സുന്നത്ത് എന്താണ്? അൻ യഖഫൽ ഇമാമു, ഇമാമ നിൽക്കണം. ഇനി മയ്യത്ത് നിസ്കാരത്തിൽ നിൽക്കേണ്ട രൂപം പറയണം. എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഇമാമ് നിൽക്കണം ഹിദാ റഅ്സി റജുലി, പുരുഷന്റെ തലന്റെ നേരെ നിൽക്കണം. വസത്തൽ മർഅതി, സ്ത്രീയുടെ മധ്യഭാഗത്തായിട്ട് നിൽക്കേണ്ടത്. പുരുഷനാണെങ്കിൽ മയ്യത്ത്, പുരുഷനാണെങ്കിൽ തലന്റെ ഭാഗത്ത്. വിശദീകരണം വരുന്നുണ്ട്, അപ്പൊ പറയാം. സ്ത്രീയാണെങ്കിൽ മധ്യഭാഗത്ത്. വഅൻ യകൂന റജുലു മിമ്മാ യലിയൽ ഇമാം ഇദാ ഇജ്തമഅത്തിൽ ജനായിസ് വൽ മർഅതു മിമ്മാ യലിയൽ ഖിബ്ല. പുരുഷനും സ്ത്രീയുണ്ടെങ്കിൽ രണ്ട് മയ്യത്താണ് മുന്നിൽ എന്ന് കരുതുക. പുരുഷനാണ് ഒന്ന് സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ പുരുഷനെ ആദ്യം വെക്കണം. ഇമാമിന്റെ തൊട്ടടുത്ത് വെക്കേണ്ടത് പുരുഷനാണ്, പിന്നെ സ്ത്രീയാണ് വെക്കേണ്ടത്. സ്ത്രീയെ കിബിലന്റെ ഭാഗത്ത് വരുന്ന രൂപത്തിൽ ആദ്യം പുരുഷനെ വെക്കുക, ഇമാമിന്റെ അടുത്ത് പുരുഷനായിരിക്കണം, പിന്നെയാണ് സ്ത്രീയെ വെക്കേണ്ടത്. അതാണ് ഇമ്മ ഏലിയ അൽ ഖിബല എന്ന് പറഞ്ഞത്. കിബിലയുടെ നേരെ ആയിരിക്കണം, കിബിലയുടെ ഭാഗത്തേക്കായിരിക്കണം. വൈൻ കാനമാഹു അത്ഫാലുൻ, ഇനി കുട്ടികളുണ്ടെങ്കിൽ ഖുദ്ദിമ സബിയു അൽ മർഅ. അപ്പൊ എന്ത് ചെയ്യണം? സ്ത്രീകളെ വെക്കുന്നതിന്റെ മുമ്പ് അവിടെ കുട്ടികളെ വെക്കണം, കുട്ടികളുണ്ടെങ്കിൽ. അപ്പൊ ആ വെക്കേണ്ട രൂപം പോലും കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. സുമ്മൽ മറത്തു, പിന്നെയാണ് സ്ത്രീയുടെ മയ്യത്ത് വെക്കേണ്ടത്. സുമ്മത്തിഫുല, പിന്നെ ചെറിയ പെൺകുട്ടി ഉണ്ടെങ്കിൽ പിന്നീട് ചെറിയ പെൺകുട്ടി. ഇങ്ങനെയാണ് അതിന്റെ ക്രമം വരിക. വയക്കൂന റഅ്സു സ്വബിയ്യി, കുട്ടിയുടെ തല ഹിയാല റഅ്സി റജുലി, പുരുഷന്റെ തലയുടെ നേരെ തന്നെ വരണം. അപ്പോൾ അവര് ഒരേ രൂപത്തിലാണ് വരേണ്ടത്. വസത്തൽ മറഅത്തി ഹിയാല റഅ്സി റജുലി, സ്ത്രീയുടെ
മധ്യഭാഗം പുരുഷന്റെ തലയുടെ നേരെയാണ് വരേണ്ടത്. വഹാകഥ അത്തിഫുല യക്കൂൻ റസുവ ഹിയാൽ റസിൽ മറത്തി. സ്ത്രീ ചെറിയ കുട്ടിയാണെങ്കിൽ ആ സ്ത്രീയുടെ തലയുടെ നേരെ വരുന്ന രൂപത്തിൽ. അപ്പൊ അവര് ഒരേ ലെവലിൽ വരും. പുരുഷന്മാര്, കുട്ടികൾ അങ്ങനെ ഒരേ ലെവലിൽ വരും. വയക്കൂൻ വസത്തുഹ ഹിയാൽ റസിർ റജുലി. അവരുടെ മധ്യഭാഗം എന്തായിരിക്കണം? ആ സ്ത്രീയുടെ മധ്യഭാഗം പുരുഷന്റെ തലയുടെ നേരെ വരണം. വയക്കൂൻ മുസല്ലൂന ജമീഅൻ ഖൽഫൽ ഇമാമി. എല്ലാവരും ഇമാമിന്റെ പിന്നിലായിരിക്കണം. ഏത് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി വരുന്ന ആളുകളൊക്കെ ഇമാമിന്റെ പിന്നിൽ, മയ്യത്തുകൾ ഇമാമിന്റെ മുന്നിൽ, ഈ പറഞ്ഞ രൂപത്തിൽ. ഇല്ലാ അൻ യകുന വാഹിദൻ ലം യജിദ് മകാനൻ ഖൽഫ ഇമാമി ഫഇന്നഹു യഖിഫു അൻ യമീനിഹി. ഇനി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾ കുറെ ഉണ്ട്, അതുകൊണ്ട് പിന്നിൽ സ്ഥലം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇമാമിന്റെ വലതു ഭാഗത്ത് നിൽക്കാവുന്നതാണ്. ഇതാണ് ഷെയ്ഖ് ബിൻ ബാസിന്റെ മത്തന്. ഇനി അതിന്റെ ശർഹ് നോക്കാം. അപ്പൊ ഓരോരോ വിഷയങ്ങൾ പറഞ്ഞിങ്ങനെ വരികയാണ്. ഇനി മയ്യത്ത് നിസ്കാരത്തിന് മയ്യത്ത് എവിടെ വെക്കണം, ഇമാം എവിടെ നിൽക്കണം, സ്ത്രീ ആണെങ്കിൽ എന്താണ് മാറ്റം വരുന്നത്, കുട്ടികളാണെങ്കിൽ എന്താണ് മാറ്റം വരുന്നത്, ഇനി അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.